വർണ്ണാഭമായ മാസ് ഡ്രില്ലും ജലഘോഷയാത്രയുമാണ്. ഈ ജലോത്സവത്തിൽ ഇത്തവണ 15 വള്ളങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 15 വള്ളങ്ങളെയും പങ്കെടുപ്പിച്ചുള്ള മാസ് ഡ്രില്ലാണ്. ഈ മാസ് ഡ്രില്ല് നയിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത്, ഈ വക കാര്യങ്ങൾ പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കൈകാര്യം ചെയ്തു വരുന്ന ശ്രീ കുട്ടനാട് കെ മോഹൻലാൽ അവர்களാണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാസ് ഡ്രില്ലിൽ എല്ലാവരും അണിചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദയംപറമ്പൻ ഇവിടെ പറഞ്ഞ കേട്ടല്ലോ. പായിപ്പാടെ വിമലെ റജി മാസ്റ്ററിന്റെ നിങ്ങൾക്കൊക്കെ ചിരിയായിരിക്കും. ആദ്യമായിട്ട് മാസ്റ്റർ ഞാൻ നടത്താൻ വന്നുകൊണ്ട് ആള് വന്നില്ല. അതുകൊണ്ട് ഞാൻ നോക്കുക ഇവിടെ നിന്ന് ശ്രീനാരായണ ബോട്ട് ക്ലബിൽ നിന്നും ഒന്ന് ആരംഭിച്ച് തുടക്കം. അപ്പൊ എല്ലാവരും സഹകരിക്കണം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാനൊരു ട്രയൽ കാണിക്കാം. ആദ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവരെല്ലാം പരിചയക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. എന്താ ലേശം കൂടെ അകത്തേക്കണം. ലേശം കൂടെ കൈ. അല്ല, ഇത് ഞാൻ പറയണോ? 10-20 വള്ളംകളി കഴിഞ്ഞ് വന്ന ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്റെ ആശ്ചര്യമല്ല ഇരിക്കുന്നത്. സല്യൂട്ട്. ഇത് ട്രയലായിരുന്നു. ഇനി യഥാർത്ഥ ട്രയൽ ഞാനൊന്നും കാണിക്കത്തില്ല. റെഡി? ഇനി ജലഘോഷയാത്രയാണ്. ജനറൽ ക്യാപ്റ്റന്റെ ബോട്ടിന് പിന്നാലെ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകേണ്ടതാണ്. ജനറൽ ക്യാപ്റ്റന്റെ ബോട്ടിനെ അനുഗമിച്ചുകൊണ്ട് എല്ലാ കളിവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകേണ്ടതാണ്. ജനറൽ ക്യാപ്റ്റന്റെ ബോട്ട് എത്രയും വേഗം കളിവള്ളങ്ങൾക്ക് മുന്നിൽ പോകേണ്ടതാണ്. ജനറൽ ക്യാപ്റ്റൻ ശ്രീ ദിനേശ് ലാലിന്റെ ബോട്ട് ബി ദിനേശ് ലാലും വൈസ് ക്യാപ്റ്റൻ നൌഷാദിന്റെയും ബോട്ട് എത്രയും വേഗം ഈ വള്ളങ്ങൾക്ക് മുമ്പിൽ പോകേണ്ടതാണ്. മത്സരം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. എത്രയും വേഗം ഘോഷയാത്ര സമാപിക്കണം. ഘോഷയാത്ര നടത്തുന്നതിനായിട്ട് ജനറൽ ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റൻ നൌഷാദിന്റെയും ബോട്ട് എത്രയും പെട്ടെന്ന് ഈ വള്ളമാണ്. നാസ് ട്രേഡിംഗ് കമ്പനി കരുനാഗപ്പള്ളി സ്പോൺസർ ചെയ്ത് വിക്ടറി ബോട്ട് ക്ലബിന്റെ സനീഷ് ക്യാപ്റ്റനായുള്ള ദേവസ്തുണ്ടൻ ഈ നെട്ടായത്തിന്റെ 1ാമത്തെ ട്രാക്കിൽ മത്സരിക്കുമ്പോൾ 2ാമത്തെ ട്രാക്കിൽ വള്ളമില്ല. 3ാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നത് SNDP യൂത്ത് മൂവ്മെന്റ് കരുനാഗപ്പള്ളി യൂണിയൻ സ്പോൺസർ ചെയ്ത് ഏഞ്ചൽ ബോട്ട് ക്ലബിന്റെ ഹരീഷ് കുമാർ ക്യാപ്റ്റനായുള്ള ചെറുതന ചുണ്ടനാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ മൊത്തം 3 ഹീറ്റ്സ് മത്സരങ്ങളാണുള്ളത്. ആദ്യ ഹീറ്റ്സ് മത്സരം നേരത്തെ പറഞ്ഞതുപോലെ സനീഷ് ക്യാപ്റ്റനുള്ള നാസ് ട്രേഡിംഗ് കമ്പനി സ്പോൺസർ ചെയ്ത് ദേവസ്തുണ്ടനും ഹരീഷ് കുമാർ ക്യാപ്റ്റനായി SNDP യൂത്ത് മൂവ്മെന്റ് കരുനാഗപ്പള്ളി യൂണിയൻ സ്പോൺസർ ചെയ്ത ചെറുതന ചുണ്ടൻ തമ്മിലാണ്. ഈ 2 വള്ളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ 2 വള്ളങ്ങളുടെയും ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ദൃക്സാക്ഷി വർണ്ണക്കാരൻ ശ്രീ VV ഗ്രിഗറിക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. താങ്ക് യു മിസ്റ്റർ പ്രൊഫസർ. 73ാമത് ശ്രീനാരായണ ഗുരു ജലോത്സവം കന്നേറ്റി കായലിന്റെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് 6
7 ജലരാജാക്കന്മാര് കാരിച്ചാരും ശ്രീഗണേഷും അനാരി പുത്തഞ്ചണ്ടനും ദേവസ്വം ചെറുതനെയും ജവഹർ തായങ്കരിയും പായിപ്പാടും കടന്നു വരുമ്പോൾ വെപ്പ് എ ഗ്രേഡിന്റെ അമ്പലക്കടവനും ആശാപൊളിക്കളവും ഉദയൻ പറമ്പിലും ജയ്ഷോട്ടും കടന്നു വരുമ്പോൾ ഓടി എ ഗ്രൂപ്പിലെ തുരുത്തിത്തറ വടക്കുതിര മാമൂടൻ 3 തൈക്കൽ എന്നിങ്ങനെ 15 ജലരാജാക്കന്മാരും കൊച്ചു ജലരാജാക്കന്മാരും 73ാമത് കന്നേറ്റി കായലിനെ രോമാഞ്ചമണിയിച്ചുകൊണ്ട് കടന്നു വരാനായി ഇത് ആവേശപൂർവ്വം ഫിനിഷിംഗ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങ് വടക്കിൽ തെക്കോട്ട് ഏതാണ്ട് 1.5 കിലോമീറ്റർ നീളം 1500 മീറ്റർ നീളം ഈ ജനരാജാക്കന്മാർ തുഴഞ്ഞെത്തുമ്പോൾ ഇവിടെ കൈക്കരുത്തിന്റെ മെയ്ക്കരുത്തിന്റെ മനക്കരുത്തിന്റെ ഒരു പുതിയ ഇതിഹാസം രചിക്കപ്പെടുകയാണ്. വള്ളംകളി പ്രേമികളായ കന്നേറ്റിക്കാരന്റെ ഈ നെട്ടായത്തിന് ഇരുവശങ്ങളിലുമുള്ള ജനങ്ങളും കരുനാഗപ്പള്ളിയുടെ കരുത്തുറ്റ വീരന്മാരും എല്ലാം ഒന്നിച്ചു ചേർന്ന് കരുനാഗങ്ങളെ പോലെ കടന്നുവരുന്ന ഈ ജനരാജാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുക.